കഴിഞ്ഞ 3 കൊല്ലവും 2 മാസവും ഉപയോഗിച്ചിരുന്ന എൻ്റെ വണ്ടീനെ കുറിച്ചാണ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളർന്നതൊക്കെ ബാംഗ്ലൂരിലാണ്. അച്ഛനമ്മയുടെ സ്വദേശം കാസർഗോഡാണ്. ബട്ട് ഇപ്പോൾ അയർലൻഡ് വന്ന് കുറേ കാലമായി, ഏകദേശം 17 കൊല്ലമായി. അപ്പോൾ അത് വെച്ച് ഈ വണ്ടി എടുത്തുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വണ്ടിയാണ് വോക്സ്വാഗൺ ID3 എന്നാണ്, ഇലക്ട്രിക് വെഹിക്കിളാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഈ വണ്ടി 2021 എടുത്തത്. വണ്ടി ഇലക്ട്രിക്കാണ്. ഈ വണ്ടിയിൽ 58 kW പവറുള്ള ബാറ്ററിയാണ്. ഇതിൻ്റെ എൻട്രി ലെവലാണ്. ഇതിന് അലോയ് വീലുകളില്ല, ബട്ട് ക്യാപ്പുള്ള വീലാണ്. 18 ഇഞ്ച് LED ഹെഡ്ലൈറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ റണ്ണിങ് സ്ട്രിപ്പ് ഇല്ല. സോ ID3യുടെ ബേസ് മോഡലാണിത്. അതുകൊണ്ട് 18 ഇഞ്ച് വീലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മൈലേജ് പെർ ബാറ്ററി ചാർജ് ഇതാണ് തരുന്നത്. വണ്ടി പറയണമെങ്കിൽ പുതിയൊരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് ഇവർ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്തത്. സോ അത്യാവശ്യം R&D ചെയ്തിട്ടുണ്ട്. എന്നാലും ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറയാം. വണ്ടി കാണാൻ അത്യാവശ്യം നല്ല ലുക്കുണ്ട്, നല്ല സ്പേസും ഉണ്ട്. വലിയൊരു സ്പോയിലറുണ്ട് പുറകുവശം. വണ്ടിയുടെ ചാർജ് പോർട്ട് ഇതാണ്. വണ്ടി ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടില്ല. ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വണ്ടിയാണ്. എല്ലാം പവർ ഫോൾഡിങ് മിററുണ്ട്. അകത്ത് സ്വിച്ച് ഗിയറൊക്കെ മോശമില്ല. എന്നാൽ ഒരു പോരായ്മ, ഇവിടെ റെയർ വിൻഡോ പവർ ബട്ടൺ ഇല്ല. അതിന് വേണമെങ്കിൽ ഈ റെയർ പ്രസ് ചെയ്ത് മാത്രമേ നമുക്ക് പുറകിലത്തെ വിൻഡോ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ശരിക്കും ഒരു ബുദ്ധിമുട്ടാണ്. കുട്ടികളൊക്കെ പുറകിൽ നിന്ന് വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ടച്ച് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പാടാണ്. ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട് മുന്നിൽ തന്നെ. അത്യാവശ്യം എല്ലാം ഇത് തന്നെ കാണും. സ്പീഡും നാവിഗേഷൻ ആരോ മാർക്ക് എല്ലാം ഇത് തന്നെ കാണും. ഡ്രൈവ് ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്: ഡ്രൈവ്, ന്യൂട്രൽ ആൻഡ് റിവേഴ്സ്. പിന്നെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് ഇല്ല. ഈ ഒരു ബട്ടൺ ഞെക്കിയാൽ പാർക്ക് ബ്രേക്ക് ഉണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അകത്തിരുന്ന് പെഡൽ ബ്രേക്ക് പ്രസ് ചെയ്താൽ മാത്രം മതി, വണ്ടി സ്റ്റാർട്ടായിക്കോളും. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കൺട്രോളൊക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത്. ഓട്ടോ ഇല്ലെങ്കിൽ നമ്മൾക്ക് ലോ ബീം ഇല്ല പാർക്കിംഗ് ചെയ്യാം. പിന്നെ റെയർ ഫോഗ് ലൈറ്റ് ഉണ്ട്. പിന്നെ റെയർ ഡീഫോഗർ ഉണ്ട്, ഫ്രണ്ട് ഡീഫോഗർ ഉണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് യൂണിറ്റ് ഇതാണ് ഈ വണ്ടിയിലത്തെ ഏറ്റവും വലിയ കുറവ് എന്ന് പറയാം. ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. അവരുടെ തന്നെ വണ്ടിയിൽ തന്നെ അവരുടെ നാവിഗേഷൻ ഒക്കെ ഉണ്ട്. സോ വണ്ടിയിൽ അനവധി അകത്ത് ഇൻറ്റീരിയർ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ഹെഡ്ലൈറ്റ് ഡിലേഡ് സ്വിച്ച് ഓഫ് ഉണ്ട്. അതായത് നമ്മൾ വണ്ടി ഇറങ്ങിയതിന് ശേഷം നമ്മൾക്ക് വേണമെങ്കിൽ ഒരു 10 സെക്കൻഡ് വരെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് തന്നെയായിരിക്കും. പിന്നെ റിവേഴ്സ് ചെയ്യുമ്പോൾ മിറർ തന്നാലെ കുറച്ച് താഴോട്ട് മാറ്റാം നമ്മൾക്ക് കാണാൻ വേണ്ടി. ഫോൾഡിംഗ് മിററാണ്. അങ്ങനെ അനവധി സോഫ്റ്റ്വെയർ വിശേഷങ്ങൾ ഇതിലുണ്ട്. ഞാൻ മൊത്തം ഇതുവരെ ഓടിച്ചത്
22,000 കിലോമീറ്റേഴ്സ് ആണ്. ഇതിൻ്റെ എഫിഷ്യൻസി മോശമില്ല. ഒരു ഫുൾ ചാർജിൽ ഒരു 408 to 410 കിലോമീറ്റേഴ്സ് കിട്ടാറുണ്ട്. ബട്ട് AC ഉപയോഗിച്ചാലോ അതൊക്കെ കുറയും. വിൻ്റർ സമയത്തും അതുപോലെ തന്നെ റേഞ്ച് കുറയാറുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്, ബട്ട് തീരെ പ്രയോജനശൂന്യമാണ്. ഒന്നും തന്നെ വെക്കാൻ വലിയ സൗകര്യമില്ല. സെൻട്രൽ കൺസോൾ ഉണ്ട്, 2 കപ്പ് വെക്കാം. ഒരു അഡ്ജസ്റ്റബിൾ സ്പ്ലിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ ഒരു കബി ഉണ്ട് വിത്ത് 2 USB-C ചാർജിങ് പോർട്ട്സ്. ഹാൻഡ് റെസ്റ്റൊക്കെ മോശമില്ല. എൻ്റെ മുമ്പുണ്ടായ ഒരു റെനോ സോയി, അതും ഇലക്ട്രിക് തന്നെ ആയിരുന്നു. അതിൽ ഇതൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു സൗകര്യം അറിയുന്നത്. രണ്ട് സൈഡും നല്ല ഫാബ്രിക്കുള്ള ഹാൻഡ് റെസ്റ്റുകളുണ്ട്. വിൻഡ്സ്ക്രീൻ അത്യാവശ്യം വലുതാണ്. നല്ല വ്യൂ ഉണ്ട്. എക്സ്പെഷ്യലി ഈ ക്വാർട്ടർ ഗ്ലാസ് കൂടെ നല്ല ഒരു വ്യൂ കിട്ടാറുണ്ട്. മിറർ മോശമില്ല. അത്യാവശ്യം ടച്ച് സെൻസിറ്റീവ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, റീഡിങ് ലൈറ്റ്സ് ഒക്കെ. പിന്നെ ഇവിടെ യൂറോപ്പിലൊക്കെ സ്റ്റാൻഡേർഡ് SOS എമർജൻസി കോൾ ചെയ്യേണ്ട സൗകര്യമുണ്ട്. വാനിറ്റി മിറർ പ്രിറ്റി സ്മാർട്ട്. ഓപ്പൺ ചെയ്താൽ ഇവിടെ മുകളിൽ ലൈറ്റ് വരാറുണ്ട്, വിച്ച് ഇസ് കൈൻഡ് ഓഫ് ഹാൻഡി. നല്ല ഗ്രാബ് റെയിൽസ് ഉണ്ട് പിടിച്ച് കയറാൻ. വണ്ടി അത്യാവശ്യം കംഫർട്ടൊക്കെ ഉണ്ട്. വെരി സ്റ്റേബിൾ. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. ഇത് ഓൺ ചെയ്ത് നമ്മൾക്ക് വേണമെങ്കിൽ എത്ര അകലെ വണ്ടി, മുന്നിലെ വണ്ടി എത്ര അകലെ നിൽക്കണം എന്ന് നമ്മൾക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾക്ക് അത് തന്നാലെ ഫോളോ ചെയ്തോളും. ഇത് മീഡിയ കൺട്രോളാണ് ഫോർ യുവർ വോള്യൂം ആൻഡ് ചേഞ്ചിങ് മീഡിയ. വോയിസ് കൺട്രോൾ ഇതിലുണ്ട്, ബട്ട് നോട്ട് ഗ്രേറ്റ്. പിന്നെ ഈ സ്റ്റോക്ക് ഇസ് ജസ്റ്റ് ഫോർ ഓൾ വൈപ്പർ കൺട്രോളാണ്. പിന്നെ ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് ഇൻഡിക്കേറ്ററും ഹെഡ് ലാമ്പും പാസ് ലൈറ്റിൻ്റെ ഓപ്ഷനുണ്ട്. വോക്സ്വാഗൻ്റെ തന്നെ അവരത് തന്നെ നാവിഗേഷൻ ഉണ്ട്. ഇത് മോശമില്ല, എന്നാലും ആൻഡ്രോയിഡ് ഓട്ടോയുടെ അത്ര നല്ലതല്ല. ഇനി ഇതിനെക്കുറിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ ഇതൊരു നല്ല കപ്പാസിറ്റി ഉള്ള പ്രോസസ്സറല്ല. അതായത് ഓവർലോഡ് ആയാൽ പെട്ടെന്ന് ഇത് റീബൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ ഭാര്യയുടെയും ഐഫോൺ ഉണ്ട്, എൻ്റെ ആൻഡ്രോയിഡ് ഫോണുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇതിന് താങ്ങാൻ പറ്റാണ്ട് റീബൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് ബിക്കോസ് ഇതിൻ്റെ പ്രോസസ്സർ അണ്ടർ പവർഡാണ്. അതാണ് നമ്മൾക്ക് അനുഭവപ്പെട്ട ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ചിലപ്പോൾ നാവിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം എത്താറാകുമ്പോഴാണ് ഇത് ക്രാഷ് ആവുന്നത്. ഓഡിയോ നല്ല ഓഡിയോ ആണ്. ക്വാളിറ്റി ഈസ് വെരി ഗുഡ്. there's no complaints. And ഇതാണ് ഇതിൻ്റെ ഓവറോൾ സ്റ്റാറ്റ്സ് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസേജ്. അനവധി ഡ്രൈവർ അസിസ്റ്റ് ഫീച്ചറുകളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ നമ്മൾക്ക് വി ചാർജ് എന്ന് വോക്സ്വാഗൻ്റെ തന്നെ അക്കൗണ്ട് ഉണ്ട്. അതുപയോഗിച്ചാൽ നമ്മൾക്ക് കുറേ ചാർജിങ് സ്റ്റേഷനിൽ പോകാൻ പറ്റും. ഇനി നമ്മൾക്ക് പുറകിലത്തെ സൈഡിലോട്ട് പോകാം. പുറകിൽ 2 കുട്ടികളുണ്ട് എൻ്റെ. അത് ചെറിയ വണ്ടിയാണ്. അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. ഞാൻ പൊതുവേ ഇരിക്കാറില്ല. ഇത് ആദ്യമായിട്ടായിരിക്കും ഞാൻ പുറകിലിരിക്കുന്നത്. ഇഫ് യു സീ ദ നീ റൂം ഇസ് പ്രിറ്റി ഗുഡ്. സീറ്റിൻ്റെ അടിയിൽ കാൽ പോകാനും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ചൈൽഡ് ലോക്ക് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പുറകിലത്തെ
വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വിസിബിലിറ്റി ഈസ് ഗുഡ്. ഒരു ക്ലോസ്ട്രോഫോബിക് ഫീലിംഗ് ഇല്ല. ഈ വിൻഡോ ലൈൻ നമ്മൾ ഷോൾഡറിൻ്റെ അതേ ഹൈറ്റാണ്. അപ്പോൾ നല്ല കാഴ്ച ഉണ്ട് പുറത്തോട്ട്. നല്ല ട്രിപ്പിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്. ഇത് സ്പ്ലിറ്റ് ഫോൾഡിങ് സീറ്റാണ്, അതായത് 3:1 ഫോൾഡ് ചെയ്യാം. ഇവർക്കും മുകളിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് വിത്ത് ഗുഡ് ഗ്രാബ് റെയിൽസ് വിച്ച് ഇസ് പ്രിറ്റി സ്റ്റഡി. എല്ലാ ഡോറിൽ സ്പീക്കറുണ്ട്. പിന്നെ നമ്മൾക്ക് പുറകിലത്തെ ബൂട്ട് നോക്കാം. ബൂട്ടിൽ വൈപ്പറുണ്ട്. ഇതിൻ്റെ ലോഗോ തിരിച്ചാൽ മാത്രം മതി ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബൂട്ട് അത്യാവശ്യം വലുതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലോസ് ടു 470 ലിറ്റർ വരെ ഉണ്ട്. പ്രിറ്റി ഗുഡ് സ്പേസ്. വേറെ ഇലക്ട്രിക് വണ്ടി കാണുന്നത് പോലെ ഇതിൻ്റെ കീഴിൽ വേറെ വലിയ സ്ഥലമില്ല. ചെറിയൊരു കേബിൾ വെക്കാനുള്ള ചെറിയ സ്ഥലമേ ഉള്ളൂ. ഇത് അവർ കമ്പനി തന്നെ തരുന്ന സ്റ്റാൻഡേർഡ് 2 kW സാധാരണ വീട്ടിൽ പ്ലഗിൽ കുത്തി ചാർജ് ചെയ്യുന്ന കേബിളാണ്. ഇത് നമ്മൾക്ക് വേറെ ചാർജറിൽ വേണമെങ്കിൽ 22 kW ചാർജറിന് കുത്തേണ്ട കേബിളാണ്. ചെറിയ ഡോർ ഹുക്കും അവിടെ അത്യാവശ്യം ബൂട്ട് ലൈറ്റ് എന്തെങ്കിലും കെട്ടിത്തൂക്കാൻ ടെതറുണ്ട്. ട്രേ കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇവിടെ ഒരു 12 volt റെഗുലർ പവർ സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. വിച്ച് ഇസ് പ്രിറ്റി ഗുഡ്. ഇവിടെ ഹുക്സ് ഉണ്ട്. പിന്നെ ഡോറ് ഫോൾഡ് ചെയ്യാൻ ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ കോർണറിലും കാണാം. അത് വലിച്ചാൽ എളുപ്പമായി ഫോൾഡ് ചെയ്യാൻ പറ്റും. ബൂട്ട് ഇസ് പ്രിറ്റി ബിഗ് ആൻഡ് നമുക്ക് ഞാൻ കുറേ തവണ നമ്മുടെ സീറ്റ് ഫോൾഡ് ചെയ്ത് സൈക്കിൾ വരെ ഇതിൽ വെച്ച് ഞാൻ പോയിട്ടുണ്ട്. പാർക്കിംഗ് സെൻസർസ് ഉണ്ട് പുറകു വശം. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ടെയിൽ ലൈറ്റ്സ് ആണ് വിച്ച് ഇസ് ബ്രൈറ്റ്. ഇത് നമ്മുടെ ചാർജിങ് പോർട്ടാണ്. ഇത് സ്റ്റാൻഡേർഡ് ചാഡമോ CCS ചാർജറാണ്, നോട്ട് ചാഡമോ. നമുക്ക് DC ഫാസ്റ്റ് ചാർജർ വേണമെങ്കിൽ ഇതെടുത്ത് ഇവിടെ കുത്തിയാൽ യു ക്യാൻ ഡു DC ഫാസ്റ്റ് ചാർജിങ് വിച്ച് ഇസ് 50 kW ആൻഡ് അപ്വേർഡ്സ്. ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ ഗ്രീൻ ലൈറ്റ് വരാറുണ്ട്. ചാർജിങ് എറർ വന്നാൽ അത് റെഡ് ആയിട്ട് മാറാറുണ്ട്. മോശമില്ലാത്ത ഒരു പോർട്ട് ഡോറാണ്. അവിടെ ഒരു ഷാക്സ് ടെയിൽ ടൈപ്പ് ഓഫ് ആൻറ്റന ഉണ്ട്. ഡോറിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ശരിയാക്കും. അങ്ങനെ എല്ലാം വെച്ച് കണ്ടാൽ നല്ലൊരു വണ്ടിയാണ്. ബട്ട് ഇത് ഫസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് ഇതിപ്പോൾ 2024 ഇതിൻ്റെ പുതിയ ജനറേഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി ഇസ് മച്ച് ബെറ്റർ. ഇതിൻ്റെ കറണ്ട് ഹോഴ്സ് പവർ ഇസ് 204 ബ്രേക്ക് ഹോഴ്സ് പവർ. ബട്ട് പുതിയ മോട്ടർ ഇതിനേക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. ആൻഡ് ദ പവർ ഇസ് അറൌണ്ട് 280 ഹോഴ്സ് പവർ വിച്ച് ഇസ് മച്ച് ബെറ്റർ. ഇതിൽ വലിയ ബാറ്ററി ഓപ്ഷനുണ്ട് ഇപ്പോൾ 77 kW which will do a much bigger range of 560. നമ്മുടെ ഈ ചെറിയ ദ്വീപായ അയർലൻഡിൽ ഈ ബാറ്ററിയൊക്കെ ധാരാളമാണ്. കോസ്റ്റ് ടു കോസ്റ്റ് ഇസ് ജസ്റ്റ് അറൌണ്ട് 350-400 km. ചാർജിങ് ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. വണ്ടി സത്യം പറഞ്ഞാൽ ഇതുവരെ സർവീസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് നീഡ് എ സർവീസ്. ഇലക്ട്രിക് ആയതുകൊണ്ട് ഓയിലോ ഗിയർ ബോക്സ് ഓയിലോ ഒന്നും മാറ്റാനില്ല. കൂലൻ്റ് ഇല്ല. വിൻഡോ വൈപ്പർ ലിക്വിഡ് മാത്രം മാറ്റിയാൽ മതി, അതേ ഉള്ളൂ. 3 കൊല്ലത്തിൽ 2 തവണ ഇതിൻ്റെ ഈ ഡ്രൈവ് സെലക്ട് സ്വിച്ചിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ വോക്സ്വാഗൻ തന്നെ അണ്ടർ വാറൻറ്റി അവർ വണ്ടി കൊണ്ടുപോയി അത് മാറ്റി തന്നു. അതൊഴിച്ച് വേറെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അവസാനമായി ഇതിൻ്റെ കീ കാണിക്കാം. വണ്ടിയുടെ കീ ജനറിക് ആണ്, അതായത് എല്ലാ വോക്സ്വാഗൻ്റെ കീ ഇതേപോലെ തന്നെയാണ്. ഏത് വോക്സ്വാഗൻ എടുത്താലും കീ ഇതേപോലെ തന്നെ കാണും.
പ്രിറ്റി ഹെവി ഹെഫ്റ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതല്ലാണ്ട് ഇതിനകത്ത് തന്നെ ഒരു കീ ഉണ്ട്. ഇൻ കേസ് ഇതിൻ്റെ ബാറ്ററി തീർന്നു പോയാൽ ഡോർ ഓപ്പൺ ചെയ്യാൻ ഇതിനകത്ത് തന്നെ നമ്മൾക്കൊരു കീ വലിച്ചെടുക്കാം. ആൻഡ് യു ക്യാൻ അൺലോക്ക് ദ ബൂട്ട്. പവർ ബൂട്ട് അല്ല ഇതിൽ, അതായത് അൺലോക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. ബട്ട് മാനുവലി ബൂട്ട് നമ്മൾ റിലീസ് ചെയ്യണം. എല്ലാം വെച്ച് നോക്കിയാൽ നല്ലൊരു വണ്ടിയാണ്. എനിക്ക് മോശമായ അഭിപ്രായമുള്ളത് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് യൂണിറ്റ് പോരാ. പുതിയ വേർഷൻ 4 നല്ലൊരു സോഫ്റ്റ്വെയർ അപ്ഗ്രേഡൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സർ കൂടി പുതിയ പ്രോസസ്സർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ് പെർഫോംസ് എ ലോട്ട് ബെറ്റർ. ഞാൻ റിവ്യൂ അനവധി കണ്ടിട്ടുണ്ട്. സോ ഇറ്റ് മസ്റ്റ് ബി എ ഗുഡ് അപ്ഗ്രേഡ് ടു ഗോ വിത്ത്. അത്രേ ഉള്ളൂ. വേറെന്തെങ്കിലും വോക്സ്വാഗൺ ID3 കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് ഗോ അഹെഡ്, കമൻസിൽ ചോദിക്കാം. അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു. ഹാവ് എ ഗുഡ് ടൈം.